വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരായ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഒരു പുരുഷായുസ് മുഴുവൻ വായനയ്ക്ക് വേണ്ടിയും വായിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നീക്കിവെച്ച, അതിനുവേണ്ടി സ്വയം സമർപ്പിച്ച സഖാവ് വി കെ ബാലൻ മാഷുടെ 1ാം ചരമവാർഷിക ദിനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ സ്മരണയോട് ഏറ്റവും നല്ല നിലയിൽ നീതി പുലർത്താൻ കഴിയുന്നത് ഇതുപോലുള്ളൊരു ശില്പശാല തന്നെയാണ്. വടകര താലൂക്കിലെ ലൈബ്രറി പ്രവർത്തകന്മാരുടെ ഒരു സംഗമവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാവിയിലെ ലൈബ്രറികളുടെ ദിശാഗതി നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട ചർച്ചകളുമൊക്കെ കൊണ്ട് ഈ ഓർമ്മദിനത്തിൻ്റെ ആദ്യ ഭാഗം സമ്പന്നമാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവിടുത്തെ പങ്കാളിത്തം കൊണ്ട് എനിക്ക് തോന്നുന്നത്. അതുതന്നെയാണ് ബാലൻ മാഷക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ആദരവ് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണഗതിയിൽ ഗ്രന്ഥശാലകളെക്കുറിച്ച് പറയുമ്പോൾ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ PN പണിക്കരിൽ നിന്നാണത് തുടങ്ങുക. കേരളം മുഴുവൻ വായനയ്ക്ക് വേണ്ടി, വായിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായി ഓരോ ജില്ലകളിലും ഇതുപോലുള്ള PN ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ ആ സ്ഥാനത്തിന് സർവദാ യോഗ്യനായിരുന്നു ബാലൻ മാഷ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം പല മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കർമ്മമേഖല എന്ന് പറയുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനമായിരുന്നു. സമയത്തോടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു ഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജില്ല മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നൽകിയ നേതൃത്വപരമായ സംഭാവനകൾ, പിന്നൊരു ഘട്ടമാകുമ്പോഴേക്ക് ഈ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ, ഇങ്ങനെ 2 ഘട്ടങ്ങൾ. അദ്ദേഹത്തിൻ്റെ ലൈബ്രറി പ്രവർത്തനങ്ങളിൽ വളരെ കൃത്യമായ 2 ഘട്ടങ്ങളുണ്ട്. അതിൽ 2ാം ഘട്ട പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ഈ ശില്പശാല കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കേവലമൊരു പുസ്തക വിതരണ കേന്ദ്രമായി ഇനി ഗ്രന്ഥശാലകൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത എത്ര വേഗം തിരിച്ചറിയാൻ കഴിയുന്നുവോ അത്രയും നല്ലതാണ്. എന്തായിരിക്കണം ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് 2 അവതരണങ്ങളിലൂടെ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാതെ ഒരു അരമണിക്കൂർ കൊണ്ട് എൻ്റെ ഉദ്ഘാടന പ്രസംഗം പൂർത്തിയാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം കേരളത്തിലെ സവിശേഷമായ ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് കേരളത്തിലെ ഗ്രന്ഥശാല സംഘം. ഇതുപോലെ ജനകീയമായ ഒരു ലൈബ്രറി പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്ത് മറ്റെവിടെയും ഇല്ല. ഞങ്ങൾ കുറേ കാലം മുമ്പ്, ഞാനും ബാലൻ മാഷും ഇവിടെ ഇരിക്കുന്ന ബാലേട്ടനുണ്ട്, ഞങ്ങളെല്ലാം കൂടി തമിഴ്നാട്ടിൽ ഒരു ദേശീയ സമ്മേളനം
ലൈബ്രറി പ്രവർത്തകന്മാരുടെ ഒരു ദേശീയ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ബാലമാഷും ഞാനും ബാലേട്ടനും രാജമാഷും ഒക്കെ അതിൽ പങ്കെടുത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ലൈബ്രറി പ്രവർത്തകന്മാർ അവിടെ വന്നിരുന്നു. അവരുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തിയപ്പോൾ ആ ലൈബ്രറി പ്രവർത്തകന്മാരെല്ലാം ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായി, ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് കേരളത്തിൽ നിന്ന് പോയ ഞങ്ങളെപ്പോലുള്ള അപൂർവം ആളുകൾ മാത്രമായിരുന്നു ജനകീയ ഗ്രന്ഥശാല പ്രവർത്തകന്മാർ. അതാണ് അവിടെ നിന്നാണ് എനിക്ക് അതിൻ്റെ വ്യത്യാസം നല്ലപോലെ മനസ്സിലായിട്ടുള്ളത്. അപ്പം കേരളത്തിൻ്റെ ഈ സവിശേഷമായ പാരമ്പര്യത്തിന് വളരെ പ്രധാനപ്പെട്ട ചില ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഭരണാധികാരികളുടെ പിന്തുണ നല്ല പോലെ ലഭിച്ചിട്ടുണ്ട് ഈ മൂവ്മെൻറ്റിന്. കേരളത്തിൽ ആദ്യമായി ഒരു ലൈബ്രറി സ്ഥാപിക്കപ്പെടുന്നത് 1829 കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി. സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് അത്. സാധാരണഗതിയിൽ രാജാക്കന്മാർ ലൈബ്രറികൾ സ്ഥാപിക്കുമ്പോൾ, ലൈബ്രറികളല്ല ഏത് സ്ഥാപനം സ്ഥാപിക്കുമ്പോഴും ഒന്നുകിൽ രാജാവിൻ്റെ പേരിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പേരിലായിരിക്കും ആ സ്ഥാപനം അറിയപ്പെടാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി എന്നാണ് ആ ലൈബ്രറിക്ക് നൽകപ്പെട്ട പേര്. പബ്ലിക്, ജനങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന ആദ്യത്തെ ലൈബ്രറി, ഈ ഇന്ത്യയിലെ ആദ്യത്തെ ലൈബ്രറി തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറിയാണ്. അതും കഴിഞ്ഞ് 1834 മാത്രമാണ് ഇന്ത്യയിൽ മറ്റൊരു ലൈബ്രറി സ്ഥാപിക്കപ്പെടുന്നത്. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൈബ്രറി ആയിട്ട് മാറിയിട്ടുള്ള കൊൽക്കത്ത നാഷണൽ ലൈബ്രറി, ഇന്ത്യയുടെ ദേശീയ ലൈബ്രറി സ്ഥാപിക്കപ്പെടുന്നതിന് 5 കൊല്ലം മുമ്പ് തന്നെ കേരളത്തിൽ ഒരു പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘടകത. 1834 ഇന്ത്യ രാജ്യത്ത് ഒരു ലൈബ്രറി സ്ഥാപിക്കുന്ന അതേ വർഷം തന്നെ കേരളത്തിൽ സർക്കാരിൻ്റെ സഹായം ലൈബ്രറിക്ക് ലഭിക്കാൻ തുടങ്ങി. ഇന്നും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വരുമാനം സർക്കാർ ഗ്രാൻറ്റാണ്. 1834 തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി 1000 രൂപ വാർഷിക സഹായം തിരുവിതാംകൂർ ഗവൺമെൻറ് കൊടുത്തു. അങ്ങനെയാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ഘടകം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണയാണ്. അത് പ്രധാനമായിട്ടും മലബാറിലാണ് ലഭിച്ചിട്ടുള്ളത്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ലൈബ്രറി മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ലൈബ്രറി പ്രവർത്തനം വളരെ ഗൗരവപൂർവ്വം നടത്തിയ ഒരുപാട് വലിയ ചരിത്രമുണ്ട്. സമയമില്ലാത്ത അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവിടെയാണ് കെ ദാമോദരൻ ഉൾപ്പെടെയുള്ള, കേളപ്പജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ലൈബ്രറി രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം, വർഗ ബഹുജന സംഘടനകളുടെ സമര പോരാട്ടങ്ങളായി. കേരളത്തിൽ കർഷക തൊഴിലാളികൾ ആദ്യമായി നടത്തുന്ന പണിമുടക്ക് സമരം അവരുടെ കൂലി വർധനവിന് വേണ്ടിയോ അവരുടെ മറ്റ് ഡിമാൻഡുകൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല. മറിച്ച് അവരുടെ മക്കൾക്ക് പള്ളിക്കൂടത്തിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരം ലഭിക്കണം. അതായിരുന്നു ആ കർഷക തൊഴിലാളി പണിമുടക്കിൻ്റെ കേന്ദ്ര മുദ്രാവാക്യം.
അയ്യങ്കാളിയാണ് ആ സമരം നടത്തിയത്. 2 വർഷക്കാലം തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികൾ പാടത്തിറങ്ങാതെ പാടങ്ങൾ തരിശിട്ട സമരമായിരുന്നത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. പ്രധാനമായിട്ടും ഈ 3 ഘടകങ്ങളാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സായിട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളീയ നവോത്ഥാനം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ വലിയ സാമൂഹ്യ പരിണാമ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രേരണ ശക്തി എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ആധുനിക വിദ്യാഭ്യാസമാണ്, അതിൻ്റെ വ്യാപനമാണ്. അതോടൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനത്തോടൊപ്പം തന്നെ പുസ്തകങ്ങൾ വഹിച്ച പങ്കുമാണ്. ഈ പുസ്തകങ്ങളെയും വിദ്യാഭ്യാസത്തെയും ജനകീയവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ളത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകരും വായനശാലകളുമായിരുന്നു. അതിലൂടെയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവകാശ പോരാട്ടങ്ങൾ വ്യാപകമാകുന്നത്. ഇങ്ങനെ മലയാളി വിദ്യാഭ്യാസത്തിലൂടെ, വായനയിലൂടെ നേടിയ തിരിച്ചറിവ്, ആ തിരിച്ചറിവ് കേരള നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നൽകിയ സംഭാവനകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അതിൽ പുസ്തകങ്ങൾ വഹിച്ച പങ്ക് ഏറ്റവും പ്രധാനമാണ്. 1930 VT ഭട്ടതിരിപ്പാട് എഴുതിയ നാടകമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആ നാടകത്തിൻ്റെ അവതാരിക എഴുതിയത് കേളപ്പജിയായിരുന്നു. കേളപ്പജി കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു മലബാറിൽ. പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പക്ഷെ അദ്ദേഹം മികച്ച വായനക്കാരനായിരുന്നു. ഈ ബാലമാഷ അനുസ്മരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ എഴുതിയ കുറിപ്പിൽ ഞാൻ വായിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ഗ്രന്ഥശാല പ്രവർത്തകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി വായനയെ, ഗ്രന്ഥശാല നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി വായനയെ വളരെ ഗൗരവപൂർവ്വം എടുത്ത ആളാണ് ബാലമാഷ് എന്നാണ്. അതുപോലെ തന്നെയായിരുന്നു കേളപ്പജി. കേളപ്പജി ആ അവതാരികയിൽ പറയുന്നത് ഇതൊരാറ്റം ബോംബാണ് എന്നാണ്. ഈ നാടകം ഇതുണ്ടാക്കിയ പൊട്ടിത്തെറി ചില്ലറയൊന്നുമല്ല. അതാണ് പുസ്തകത്തിൻ്റെ ശക്തി. ഈ പുസ്തക വായനയിലൂടെ ആധുനിക വിദ്യാഭ്യാസം നേടിയതിലൂടെയാണ് ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇവയെല്ലാം കേന്ദ്രീകരിച്ച് നടന്ന പുസ്തക വായന, അതുണ്ടാക്കിയ മാറ്റങ്ങൾ, ഏതാണ്ട് 10,000-ഓളം ലൈബ്രറികൾ ഇന്ന് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അഫിലിയേറ്റ് ചെയ്യാതെ പ്രവർത്തിക്കുന്ന ലൈബ്രറികൾ വേറെയുണ്ട്. വടകരയിൽ ഏറ്റവും പഴക്കമുള്ളൊരു ഗ്രന്ഥശാലയാണ് കേളോട്ടൻ സ്ഥാപിച്ച നമ്മുടെ പഴങ്കാവിലെ ലൈബ്രറി. പക്ഷേ എങ്കിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ അതിൻ്റെ അംഗത്വ നമ്പർ പരിശോധിക്കുമ്പോൾ അത് വളരെ പിറകിലാണ്. അത് കേരളത്തിൽ ഈ ലൈബ്രറികളൊക്കെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗത്വം എടുക്കുന്ന കാലത്ത് കേളോട്ടിനെ പോലുള്ള നേതാക്കന്മാർ അതിന് തയ്യാറായില്ല. പഴങ്കാവ് ലൈബ്രറിയെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്യാൻ കേളോട്ടൻ തയ്യാറായില്ല. അപ്പോൾ കേളോട്ടനോട് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കേളോട്ടൻ പറഞ്ഞത്, ഞാൻ ഈ ലൈബ്രറി അഫിലിയേറ്റ് ചെയ്യിക്കണം എന്ന് വാശിയോടുകൂടി കേളോട്ടനുമായിട്ട് ഒരുപാട് സംവാദം നടത്തിയ ആളാണ്. അപ്പോൾ കേളോട്ടൻ പറഞ്ഞത്, അത് ഗവൺമെൻറ് കൊണ്ടുപോകും,
ഗവൺമെൻറ് പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് സ്വതന്ത്രമായി മുന്നോട്ട് പോകണം. വാശി കൊണ്ടാണ് കേളോട്ടൻ ആ ലൈബ്രറി അഫിലിയേറ്റ് ചെയ്യാൻ മടി കാണിച്ചത്. അവസാനം ഇത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് മൂപ്പർ ഇത് അഫിലിയേറ്റ് ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ലൈബ്രറികൾ, ആ ലൈബ്രറികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ ലൈബ്രറി, നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈബ്രറിയെ യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്ര സംഘടന പബ്ലിക് ലൈബ്രറി എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. പലതരം ലൈബ്രറികളുണ്ട്. അക്കാദമിക് ലൈബ്രറികളുണ്ട്, സ്പെഷ്യൽ ലൈബ്രറികളുണ്ട്, ഇങ്ങനെ ഒരുപാട് ലൈബ്രറികളുണ്ട്. പക്ഷെ നമ്മുടെ ലൈബ്രറികൾ, ആ ലൈബ്രറികളെ പബ്ലിക് ലൈബ്രറികൾ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. പബ്ലിക് ലൈബ്രറികളുടെ ദൗത്യം എന്താണ്? പബ്ലിക് ലൈബ്രറികളുടെ ദൗത്യത്തെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ പറയുന്നത്, പബ്ലിക് ലൈബ്രറികൾ വർണ്ണ വർഗ ലിംഗ വ്യത്യാസമില്ലാതെ പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ ധനസ്ഥിതിയോ സ്ഥാനമഹത്വമോ പരിഗണിക്കാതെ സമൂഹത്തിലെ ഏതൊരു വ്യക്തിക്കും ലൈബ്രറി സേവനം നൽകണം. ഇതാണ് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവേണ്ടത്. പബ്ലിക് ലൈബ്രറികളെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ സങ്കല്പനമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ സേവനങ്ങളാണ് ലൈബ്രറികൾ നൽകേണ്ടത്, അല്ലെങ്കിൽ പബ്ലിക് ലൈബ്രറികൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് അടിസ്ഥാനപരമായ ധാരണകൾ മുന്നോട്ട് വെക്കുന്നത്, ലോകവ്യാപകമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഐക്യരാഷ്ട്ര സംഘടന തന്നെയാണ്. പബ്ലിക് ലൈബ്രറിയുടെ പ്രവർത്തനം സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടന ഇതിനകം 4 മാനിഫെസ്റ്റോകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ 1949 ആദ്യത്തെ മാനിഫെസ്റ്റോ വരുന്നത്. പിന്നീട് 74, 72, 94, ഇപ്പം 2002 പിന്നീട് 3 അപ്ഡേഷൻ അതുമായി ബന്ധപ്പെട്ട് വന്നു. ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ലൈബ്രറികൾ ഈ ആശയം സ്വാംശീകരിച്ചുകൊണ്ട് അവരുടെ നാടിനനുയോജ്യമായ രൂപത്തിൽ അതിൻ്റെ നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടാണ് പബ്ലിക് ലൈബ്രറികൾ ലോകത്ത് പ്രവർത്തിക്കുന്നത്. 1949 യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് ലൈബ്രറിയുടെ ഉത്തരവാദിത്തമായി പറഞ്ഞ കാര്യം, അതിൻ്റെ ലക്ഷ്യമായി പറഞ്ഞ കാര്യം, ശരിയായ പുസ്തകം ശരിയായ വായനക്കാരൻ എത്തിക്കുക എന്നുള്ളതാണ്. അതായിരുന്നു പബ്ലിക് ലൈബ്രറിയുടെ ലക്ഷ്യമായി 1949 നിർണയിക്കപ്പെട്ടത്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലും ലൈബ്രറി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 1972 ആകുമ്പോഴേക്ക് രണ്ടാമത്തെ അപ്ഡേഷൻ വരുവാണ്. രണ്ടാമത്തെ അപ്ഡേഷൻ വന്നപ്പോൾ ഈ ലക്ഷ്യത്തിൽ വലിയ മാറ്റം വരുവാണ്. ശരിയായ പുസ്തകം ശരിയായ വായനക്കാരന് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അപ്പുറത്ത് ശരിയായ വിവരം ഉപയോക്താവിന് എത്തിച്ചു കൊടുക്കുക എന്നതായിട്ട് മാറി. പുസ്തകമല്ല, ശരിയായ വിവരം, അറിവ്, ഇൻഫർമേഷൻ അത് ഉപയോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അത് പെട്ടെന്ന് വളരുകയാണ്. 94 അടുത്ത അപ്ഡേഷൻ വരുന്നത്. ആ അപ്ഡേഷനാണ് വാസ്തവത്തിൽ ഒരു നിർണായകമായ വഴിത്തിരിവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു അപ്ഡേഷൻ. അതാണ്. അപ്പോഴേക്കും പബ്ലിക് ലൈബ്രറികളുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള ലക്ഷ്യത്തിൽ വന്ന മാറ്റം ഇങ്ങനെയാണ്. എല്ലാ അറിവുകളും എല്ലാ വിവരങ്ങളും
പെട്ടെന്ന് ലഭ്യമാകുന്ന പ്രാദേശിക വിവര കേന്ദ്രങ്ങളായിട്ട് മാറണം പബ്ലിക് ലൈബ്രറികൾ. പുസ്തകം പോയി, അറിവും പോയി, അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ്, ഒരു കമ്മ്യൂണിറ്റി, ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിറ്റി സെൻ്ററായിട്ട് പബ്ലിക് ലൈബ്രറികൾ വളരണം എന്ന് നിശ്ചയിച്ചു. പിന്നീട് വരുന്നൊരു അപ്ഡേഷൻ 2022 ഏറ്റവും അവസാനത്തെ അപ്ഡേഷൻ. അതുപ്രകാരം പബ്ലിക് ലൈബ്രറിയുടെ ചുമതല വിദ്യാഭ്യാസം, സംസ്കാരം, വിവരം എന്നിവയ്ക്കുള്ള ഒരു ജീവശക്തിയായി എല്ലാ ജനങ്ങളുടെയും മനസ്സുകളിലൂടെ സമാധാനവും ക്ഷേമവും വളർത്തുന്നതിനുള്ള ഒരു അവശ്യ ഏജന്റായും പബ്ലിക് ലൈബ്രറികൾ പ്രവർത്തിക്കണം. ഭയങ്കര വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ലൈബ്രറി പ്രവർത്തനങ്ങൾ വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യകതയാണ്. ഈ അവസാനത്തെ അപ്ഡേഷനിൽ UN നമ്മളെ ഓർമ്മിക്കുന്നത്, ജനങ്ങൾക്ക് ശരിയായ വിവരം ലഭിക്കണം. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമാധാനം, ലോകത്ത് സമാധാനം പുലരണം. അതാണ് പ്രധാനം. ഈ വർത്തമാനകാലത്ത് അതിൻ്റെ പ്രാധാന്യം ഞാൻ പറയേണ്ടതല്ല. ഇൻഫർമേഷൻ കൊണ്ട് ഉണ്ടാകേണ്ടത് എന്താണ്? മനുഷ്യൻ്റെ ക്ഷേമമാണ്, സമാധാനമാണ്, ലോകസമാധാനമാണ്. അതിനാണ് ഇൻഫർമേഷൻ പ്രയോജനപ്പെടുത്തേണ്ടത്. ഇപ്പം ശാസ്ത്രസാഹിത്യത്തിലൊക്കെ പരിഷത്തൊക്കെ പണ്ടേ പറയുന്നൊരു മുദ്രാവാക്യമുണ്ടല്ലോ, ശാസ്ത്രം ജനനന്മക്ക് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ ഭസ്മീകരിക്കാനുള്ള പ്രവർത്തനവും നടത്താം. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് ക്ഷേമവും സമാധാനവും ഒക്കെ ഉറപ്പുവരുത്താനും കഴിയും. അതുതന്നെയാണ് ഈ 2022 അപ്ഡേഷനിൽ പറയുന്നത്. അവിടെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്ത് സമാധാനവും ശാന്തിയും ഏറ്റവും ക്ഷേമം നിറഞ്ഞൊരു ജീവിതവും മനുഷ്യരാശിക്ക് പ്രദാനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ള വലിയ ചുമതലയാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഭാവിയിലെ ഗ്രന്ഥശാലകളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട അവതരണങ്ങൾ നടക്കുമ്പോൾ, ഈ ഒരു വിശാലമായ ഒരു ക്യാൻവാസിൽ നമുക്ക് കാര്യങ്ങളെ കാണാനും അതിൻ്റെ പ്രായോഗികമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയണം എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. പക്ഷേ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രധാനമായും 5 ധർമ്മങ്ങൾ പബ്ലിക് ലൈബ്രറികൾ നിർവഹിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. ഒന്നാമത്തത് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് സംസ്കാരത്തെ പരിപോഷിപ്പിക്കുക. മൂന്നാമത്തേത് വിജ്ഞാന വിതരണം തടസ്സമില്ലാതെ നടത്തുക. തടസ്സമില്ലാതെ. വിജ്ഞാനം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ഒരു പൊതുസ്വത്താണ്. അത് പേറ്റന്റിൻ്റെയും കോപ്പി റൈറ്റിൻ്റെയും ഒക്കെ ഉള്ളിലൊതുക്കി വെക്കാനുള്ളതല്ല. അത് സ്വതന്ത്രമായി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നാലാമത്തത് വിനോദത്തിനുള്ള അവസരമൊരുക്കുക എന്നുള്ളതാണ്. ഇതൊരു റിലീഫ് കൂടി ആയിക്കണം. മനുഷ്യൻ്റെ വലിയ സങ്കീർണമായ ദൈനംദിന ജീവിതങ്ങൾക്കിടയിലുള്ള ഒരു റിലീഫ് കേന്ദ്രം എന്ന നിലക്ക് ലൈബ്രറി പ്രവർത്തിക്കണം. സർവോപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കമ്മ്യൂണിറ്റി ഇൻഫർമേഷൻ സെൻ്ററായി ലൈബ്രറി പ്രവർത്തിക്കണം. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി, ഈ പറയുന്ന 5 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി ഇൻഫർമേഷൻ, അറിവ്, വിദ്യാഭ്യാസം, സംസ്കാരം എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചെടുക്കേണ്ട 12 ചുമതലകളെക്കുറിച്ചും 1994 മൂന്നാമത്തെ മാനിഫെസ്റ്റോവിൽ UN പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് ഭാവി
ഗ്രന്ഥശാല സംവിധാനത്തെ രൂപപ്പെടുത്തുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ധാരയായി വർത്തിക്കേണ്ട 12 കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമത്തേത്, ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ വായനാശീലം സൃഷ്ടിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെയാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ബാലവേദി എന്ന ഒരു പ്രവർത്തനത്തിന് രൂപം കൊടുക്കുന്നത്. ഇപ്പം പണ്ടൊക്കെ ലൈബ്രറി പ്രവർത്തിക്കുമ്പോൾ അവിടെ ബാലവേദിയില്ല. ഈ ബാലവേദി വരുന്നത് അതൊക്കെ യാദൃശ്ചികമായിട്ട് വന്നതല്ല. അത് പബ്ലിക് ലൈബ്രറി ഏറ്റെടുക്കേണ്ട ചുമതലേൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒന്നാമത്തെ കാര്യം അതാണ്, ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ വായനാശീലം സൃഷ്ടിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം, എല്ലാ തലങ്ങളിലുമുള്ള വ്യക്തിപരമായ സ്വയം വിദ്യാഭ്യാസത്തെയും ഔപചാരിക വിദ്യാഭ്യാസത്തെയും സഹായിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ സ്വയം വിദ്യാഭ്യാസം നടത്തണം. ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ പുറത്തായ ഒരുപാട് ആളുകളുള്ള ഒരു ലോകമായിരുന്നു പഴയ ലോകം. അതുകൊണ്ടാണ് സാക്ഷരതാ പ്രവർത്തനങ്ങൾ കടന്നു വരുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച സാക്ഷരതാ പ്രവർത്തനം നടന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് പഴയ സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയനിൽ വിപ്ലവത്തിന് ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക വിപ്ലവം എന്നൊക്കെ പറയാവുന്നത് അവിടെ നടന്ന വ്യാപകമായ സാക്ഷരതാ പ്രവർത്തനമാണ്. ലെനിൻ്റെ ഭാര്യയായിരുന്നു ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, ഖൂവ്സ്കായ. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാക്ഷരതാ പ്രവർത്തനങ്ങളിലേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നീങ്ങിയതും ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു കാലത്ത് കേരളത്തിൽ സാക്ഷരതാ പ്രവർത്തനം ജനങ്ങൾ ആദ്യമായി ഔപചാരിക വിദ്യാഭ്യാസത്തിന് പുറത്തുള്ള ആളുകളെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനം. ലെനിൻ്റെ ഭാര്യയുടെ പേരുള്ള അവാർഡ് അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനൗപചാരിക വിദ്യാഭ്യാസത്തെയും ഔപചാരിക വിദ്യാഭ്യാസത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അവിടെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എങ്ങനെ ഗ്രന്ഥശാല പ്രവർത്തകന്മാർക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ള പരീക്ഷണങ്ങളൊക്കെ, ഒറ്റപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ പിന്നീട് പല ഭാഗത്തും വന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ തോമസ് ഐസക് മാരാരിക്കുളം MLA ആയ കാലത്ത് അവിടെ നടത്തിയ പരീക്ഷണങ്ങളുണ്ട്. അത് ഒരു തീരദേശ മണ്ഡലമാണ്. ആ തീരദേശ ജനതയിൽ നല്ലൊരു വിഭാഗം കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ ഒരു പിന്തുണയും കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഐസക് മന്ത്രിയായപ്പോൾ MLA ആയപ്പോൾ നടത്തിയ വലിയൊരു മുൻകൈ. തീരദേശത്തെ ലൈബ്രറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികളുടെ രാത്രികാലത്തെ പഠിത്തം, വീട്ടിൽ പഠിക്കാൻ പറ്റില്ല, അതിനുള്ള അന്തരീക്ഷമില്ല. ഓരോ പ്രാദേശിക സമൂഹത്തിലെയും കുട്ടികളെ രാത്രികാലത്ത് ലൈബ്രറികളിലേക്ക് എത്തിച്ച് അവരുടെ ഗൃഹപാഠം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവിടെ സന്നദ്ധ പ്രവർത്തകന്മാരുടെ സഹായത്തോടു കൂടി നടത്തിയ പ്രവർത്തനങ്ങൾ. ഇങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ ഓരോ പ്രദേശത്തിനും, ഇപ്പം ചിലപ്പോൾ പണിക്കോട്ട് ലൈബ്രറി നിൽക്കുന്ന പ്രദേശത്തിന് ബാധകമായ പ്രവർത്തനം, നമ്മുടെ തീരദേശ ഗ്രാമത്തിലെ ഒരു ലൈബ്രറി നിൽക്കുന്ന പ്രവർത്തനം, അവിടെ രണ്ട് തരാണ്, രണ്ട് ഇടപെടലാണ്. ആ തരത്തിലുള്ള സംഗതികൾ. 3, വ്യക്തിഗതവും സൃഷ്ടിപരവുമായ വികസനത്തിന് അവസരം കിട്ടണം. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ കഴിവുകൾ അതൊക്കെ വികസിപ്പിക്കാൻ ആവശ്യമായ ഒരു സഹായം ചെയ്യണം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ നാട്ടിലും ചുറ്റുപാടുമൊക്കെ എത്ര കഴിവുള്ള എത്രയോ ആളുകളുണ്ട്. പക്ഷേ ആ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ, അതിനെ അംഗീകരിച്ച് അതിനെ വളർത്തിയെടുക്കാൻ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ബാലമാഷ പുസ്തകം എഴുതിയിട്ടില്ല, ഇപ്പം പുസ്തകങ്ങൾ ധാരാളമായിട്ട് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നല്ലതുകൊണ്ട് മോശമുണ്ട്. അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നത് അതിനുള്ള പിന്തുണകളുണ്ടാണ്, അതിനുള്ള സഹായങ്ങളുണ്ടാണ്.
അത്തരം സഹായങ്ങൾ പുസ്തക പ്രസിദ്ധീകരണം മാത്രമല്ല ഞാൻ പറയുന്നത്, അത്തരം സഹായങ്ങൾ നമ്മുടെ പ്രാദേശിക സമൂഹത്തിൽ അത്തരം സഹായങ്ങൾ നൽകുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ലൈബ്രറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അഞ്ചാമത്തെ കാര്യം, സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്നുള്ളതാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുക. ശാസ്ത്രീയ നേട്ടങ്ങളെയും പുതുമകളെയും ഉൾക്കൊള്ളാനുള്ള അവസരമുണ്ടാക്കുക. സാംസ്കാരിക പൈതൃകം അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് എന്താണ്? എല്ലാം ഒറ്റയാക്കാനാണ്, വൈവിധ്യങ്ങളെ തകർക്കാനാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത, യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത, ദക്ഷിണാഫ്രിക്കൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത, ലാറ്റിൻ അമേരിക്കൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത, ഓരോ ജനതക്കും സവിശേഷമായ സാംസ്കാരിക തനിമകളുണ്ട്. ആ സാംസ്കാരിക തനിമകൾ മുഴുവൻ നശിപ്പിച്ച് ഒറ്റ സംസ്കാരത്തിലേക്ക്, വൈവിധ്യങ്ങൾ മുഴുവൻ തകർത്തുകൊണ്ട് ഒറ്റ സംസ്കാരത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള സാമ്രാജ്യത്വ ഗൂഢാലോചന, അതിനെ പ്രതിരോധിക്കുക വളരെ പ്രധാനപ്പെട്ട കടമയായി നമ്മൾ ഏറ്റെടുക്കണം. എങ്ങനെയൊക്കെ അതിൻ്റെ വഴികൾ എന്ന് നമ്മൾ ആലോചിച്ചുറപ്പിക്കണം. ഈ പാരമ്പര്യം കളയാനുള്ളതല്ല. സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരൊറ്റ സംസ്കാരമാക്കി മാറ്റുക എന്നുള്ളത് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം എങ്ങനെയാണ് കൊക്കക്കോള, ലോകം മുഴുവൻ കൊക്കക്കോള എങ്ങനെയാണ് ഇത്ര വേഗം പ്രസിദ്ധി ആർജിച്ചത്? പണ്ട് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ബ്ലോക്കിൻ്റെ കോമ്പൗണ്ടിൽ, നല്ല കോമ്പൗണ്ട് ഉണ്ട് അവിടെ ഞായറാഴ്ച കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ വരും. മറ്റു ദിവസം പറ്റൂല, അവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. ഒരു ദിവസം ഞായറാഴ്ച നമ്മൾ അവിടെ പോയപ്പോൾ ഭയങ്കര ക്രിക്കറ്റ് കളിയാണ്. അപ്പം ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന സമയത്ത് ഇവർ ബാറ്റുണ്ട്, മറ്റേ ഉണ്ട്, അതിൻ്റെ കൂടെ കൊക്കക്കോളയുടെ വലിയ കുപ്പി, അന്ധകാരാണേ 95 കൊക്കക്കോളയുടെ വലിയ കുപ്പിയും കൊണ്ടുവരും. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം പോയി നോക്കുമ്പോൾ ഞാൻ സംസാരിച്ചു അവരോട്, അതെന്തെങ്കിലും ഇത് തന്നെ കുടിക്കുന്നത് എന്തിനാണ്? പച്ചവെള്ളം കുടിക്കാത്ത എന്താ? അപ്പോൾ കുട്ടികൾ പറയാൻ എന്താ, മാഷ് കണ്ടിട്ടില്ലേ, പ്രസിഡന്റ് കണ്ടിട്ടില്ലേ, ഈ ക്രിക്കറ്റിൻ്റെ ഒക്കെ ലൈവ് കണ്ടിട്ടില്ലേ അല്ലേ? അതാണ് ഒരു ഉത്തരം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രുചി ആഗോളമായി ഏകീകരിക്കാനുള്ള പ്രവർത്തനം. ഇതിനാണ് സാംസ്കാരിക വൈവിധ്യത്തെ നശിപ്പിക്കേണ്ടത്. അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം. മറ്റൊന്ന്, ശാസ്ത്രീയ നേട്ടങ്ങളെയും പുതുമകളെയും ഉൾക്കൊള്ളാനുള്ള ഒരു പ്രവണത ഉണ്ടാകണം. ശാസ്ത്രത്തെ നിരാകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന സാങ്കേതിക വിദ്യയെ സ്വീകരിക്കുകയും, അങ്ങനെ ഒരു ഇരട്ടത്താപ്പാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇപ്പം ശാസ്ത്രത്തെ അന്ധമായി എതിർക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് മതത്തിൻ്റെ ശക്തികൾ, അവരൊക്കെ അവരുടെ ആശയം പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ അല്ലേ? പവർ പോയിന്റ് പ്രസൻറ്റേഷനിലൂടെയാണ്. ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. ശാസ്ത്രത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ ശാസ്ത്രത്തെ നിരാകരിക്കുകയും സാങ്കേതിക വിദ്യയെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ്, അതും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് വരേണ്ടതുണ്ട്. പുതുമകളെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാക്കാം. അതൊക്കെ കുറേ വന്നു ചേർന്നിട്ടുണ്ട്. എന്നാൽ പോലും ഈ പുതുമകളെ അംഗീകരിക്കാൻ മടിയുള്ള, ഇപ്പം നേരത്തെ ഇവിടെ ഒരു പ്രയോഗം നടത്തിയല്ലോ, ജൻസി കാലത്തെ ലൈബ്രറികൾ അല്ലേ? അതാണ് പ്രശ്നം, അതാണ് കറക്റ്റ്. ഈ കാലം ഏതാണ്, ആ കാലത്തിനനുസരിച്ച് ഈ സംവിധാനം രൂപപ്പെടണം. അപ്പം അങ്ങനെ പുതുമകളെ സ്വീകരിക്കാനുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എല്ലാ കലാരൂപങ്ങളുടെയും, ഇപ്പോൾ ലോകത്ത് നിങ്ങൾ നോക്കൂ, ഓരോ ചെറിയ പ്രദേശത്ത് വരെ എത്ര വലിയ കലാരൂപങ്ങളുണ്ട്. ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് അല്ലേ, വലിയൊരു ഒരു കലാ കേന്ദ്രത്തിൻ്റെ ഒരു മഹത്തായ ഈടുവെപ്പുള്ള പ്രദേശമാണ് തച്ചോളിക്കളി അല്ലേ? അങ്ങനെ ഒരു കളി നിങ്ങൾക്ക് കേരളത്തിൽ ഇത് വിട്ട് കഴിഞ്ഞാൽ എവിടെ കാണാൻ കഴിയും?
എന്തെന്നാ തച്ചോളിക്കളി എന്ന് ചോദിച്ചാൽ നാളെ പണിക്കോട്ടി പറഞ്ഞു കൊടുക്കാൻ തന്നെ ആരുണ്ട്? ബാക്കിയുള്ള അടുത്ത് പോട്ടെ, പണിക്കോട്ടിയിൽ എന്താ തച്ചോളിക്കളി എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇനി ആരുണ്ട്? അപ്പോൾ ഇത്തരം എല്ലാ കലാരൂപങ്ങൾക്കും ഓരോ പ്രദേശത്ത് ലൈബ്രറി പ്രവർത്തിക്കുന്ന പ്രദേശത്തെ ഇത്തരം കലാരൂപങ്ങളുടെ സാംസ്കാരിക ആവിഷ്കാരത്തിലേക്ക് അതിനുള്ള സംഭാവനകൾ നമുക്ക് നൽകേണ്ടതുണ്ട്. പിന്നീട് എന്താണ്? അന്തർദേശീയ സാംസ്കാരിക രൂപങ്ങളുടെ ആദാന പ്രദാനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും അവിടുന്ന് സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചും അങ്ങോട്ട് കൊടുക്കേണ്ടത് കൊടുത്തും അങ്ങനെയുള്ള സാംസ്കാരിക വൈവിധ്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ചരിത്ര പാരമ്പര്യമാണ്. ഈ ഇന്ത്യൻ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്? അതൊരു ഏകമുഖ സംസ്കാരമൊന്നുമല്ല, കൊടുത്തും വാങ്ങിയിട്ടും വളർന്ന സംസ്കാരമാണ്. കൊടുത്തും വാങ്ങിയിട്ടും വളർന്ന സംസ്കാരമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉറുദു ഭാഷ. ഉറുദു ഭാഷേൻ്റെ വേര് എവിടെയാണ്? ഉറുദു ഭാഷ വേര് പേർഷ്യയിലുണ്ട്, ഇന്ത്യയിലുണ്ട്. പേർഷ്യൻ ഭാഷയുടെയും ഹിന്ദി ഭാഷയുടെയും ഒരു സങ്കരമാണ് വാസ്തവത്തിൽ ഉറുദു ഭാഷ. അങ്ങനൊരു ഭാഷ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അങ്ങനൊരു ഭാഷ ഉണ്ടായത് ഇന്ത്യയിൽ പേർഷ്യയിൽ നിന്ന് വന്ന ഭരണാധികാരികൾ ഭരണം തുടങ്ങിയപ്പോൾ അവർ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ, അന്നത്തെ കാലത്ത് സാഹിത്യ പ്രവർത്തനത്തിലൂടെ, സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ഒക്കെയാണ് അത് വളർന്നു വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ധാരകളെ കൊടുത്തും വാങ്ങിക്കൊണ്ടുമാണ് നമ്മൾ വളരുന്നത്. അല്ലാണ്ട് ഒരു ഏകമുഖ സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളെ, അതിനെ എതിർക്കുന്ന രൂപത്തിലേക്കുള്ള സംഗതികൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എട്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് വാമൊഴി പാരമ്പര്യത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വാമൊഴി പാരമ്പര്യം, വടക്കംപാട്ട് എന്ന് പറയുന്നത് എന്താണല്ലേ? അത് വാമൊഴിയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞിരാമൻ നമ്പ്യാരെ പോലുള്ള ആളുകൾ അത് സമാഹരിച്ചു. ഹരീന്ദ്രൻ്റെ അച്ഛൻ MC അപ്പുണ്ണി നമ്പ്യാറൊക്കെ അത് സമാഹരിച്ച് പുസ്തകമാക്കി. ഈ പുസ്തകമാക്കിയ ആ പാട്ടുകൾ എങ്ങനെയാണ് പാടേണ്ടത് എന്ന് പുസ്തകം നോക്കി പാടാൻ പറ്റുമോ? അപ്പം അതിൻ്റെ ഒരു രീതിയുണ്ട്, അതിൻ്റെ ഒരു താളമുണ്ട്. ആ താളം ഏതാണ്ട് അന്യം നിന്ന് പോയി. അപ്പം അങ്ങനെയുള്ള പാട്ടുകാരെ കൊണ്ട് ഈ വാമൊഴിയിൽ എഴുതപ്പെട്ട കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ്. തച്ചോളിക്കളി കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് ഐക്യകേരള പണിക്കോട്ടി എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അതുപോലെ തന്നെയാണ് വടക്കം പാട്ടുകളുടെ കാര്യങ്ങൾ. 9ാമത്തെ കാര്യം, എല്ലാ പൗരന്മാർക്കും ആവശ്യമായ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ്. എല്ലാ പൗരന്മാർക്കും, ലൈബ്രറി കുട്ടികളുടെ മാത്രമല്ല, സ്ത്രീകളുടെ മാത്രമല്ല, ഒരു സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ആവശ്യമായ, അവർ കൃഷിക്കാരാകട്ടെ, നെയ്ത്ത് തൊഴിലാളികളാകട്ടെ, മറ്റ് തൊഴിലിലേർപ്പെടുന്നവരാകട്ടെ, കുടുംബശ്രീ പ്രവർത്തകരാകട്ടെ, ആരാകട്ടെ, അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫർമേഷനുകൾ, വിവരങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനാക്കി ചുരുക്കിപ്പോകരുത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ പണിയെടുക്കുന്ന എല്ലാ ആളുകൾക്കും ആവശ്യമായ ധാരണകൾ, വിവരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. 10ാമത്തെ കാര്യം, പ്രാദേശിക സംരംഭകർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഇപ്പം ഈ വർത്തമാനകാലത്ത് ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു 5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന നിലക്ക് വിലമതിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം സംരംഭങ്ങളുടെ പ്രോത്സാഹനമാണ്. നിങ്ങളെങ്ങനെയാണ് ഈ രൂക്ഷമായ തൊഴിലില്ലായ്മയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? എല്ലാവർക്കും സർക്കാർ ജോലി കൊടുത്തുകൊണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമോ? അവിടെയാണ് സംരംഭങ്ങളുടെ എല്ലാ തലത്തിലുള്ള, ഇപ്പോൾ കുടുംബശ്രീയൊക്കെ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചതാണ്. പക്ഷേ കുടുംബശ്രീ ഒന്നും അത് ടച്ച് പിടിച്ചില്ല. എന്താ പിടിക്കാത്തത്? ഓരോ കുഴപ്പം കൊണ്ടല്ല, ഓരോ സഹായിക്കാൻ ആരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലൈബ്രറി പ്രവർത്തനത്തിൻ്റെ ഒരു മേഖല എന്ന നിലക്ക് ഈ ചുമതല കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. 11ാമത്തെ കാര്യം, സമൂഹത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ ജൻസി കാലത്തെ ലൈബ്രറി പോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് വായന എന്ന് പറയുന്നത് പുസ്തകങ്ങളുടെ രൂപത്തിൽ തന്നെ നടക്കേണ്ടതില്ലല്ലോ.
അല്ലെങ്കിൽ വിവരശേഖരണം എന്ന് പറയുന്നത് പുസ്തകങ്ങളുടെ രൂപത്തിൽ തന്നെ ആവണമെന്നില്ല. അതിനുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ വലിയ തോതിൽ വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ, നിങ്ങളുടെ ലൈബ്രറി പ്രവർത്തിക്കുന്ന പ്രാദേശിക സമൂഹത്തിലുള്ള ആളുകൾ ഇതിന് പ്രാപ്തി നേടിയിട്ടുണ്ടോ? ഇതിന് പ്രാപ്തി നേടിയിട്ടില്ലെങ്കിൽ അവർക്ക് ലോകത്തിൽ ഈ വിജ്ഞാന രംഗത്തുണ്ടാകുന്ന വളർച്ചക്കനുസരിച്ച് അവരുടെ ധാരണകൾ രൂപപ്പെടുത്തി അവരുടെ ജീവിതത്തെ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? അതും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അവസാനത്തെ കാര്യമായിട്ട് പറയുന്നത്, എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള സാഹിത്യ പരിപാടികളെ പ്രോത്സാഹിപ്പിക്കുക, ആവശ്യമെങ്കിൽ അത് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി. ഇപ്പം സമീപകാലത്ത് അതിനോടൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട് അല്ലേ? സാധാരണ രീതിയിൽ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനാണ് എല്ലാ വിഭാഗക്കാർക്കും അങ്ങോട്ട് പ്രവേശനമുണ്ടോ? അതിന് പറ്റിയ ആളുകൾക്ക് മാത്രമാണ്. എന്നാൽ എല്ലാ വിഭാഗത്തിനും അങ്ങനെയൊക്കെ അവതരിപ്പിക്കാനുള്ള എന്താ പറയുക ആഗ്രഹം കാണുമല്ലോ അല്ലേ? അതിനുള്ള അവസരം കൊടുക്കുമ്പോൾ വിസ്മയകരമായ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഈ 2-3 കൊല്ലം മുമ്പ് നമ്മുടെ ഈ സ്ട്രീറ്റ് ഫെസ്റ്റിവൽ വടകര സംഘടിപ്പിച്ചപ്പോൾ ഒരുപാട് പ്രവർത്തനം നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി, ഏറ്റവും അങ്ങേയറ്റം വിലമതിക്കപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ആ പുതിയ ബസ് സ്റ്റാൻഡിൽ കെട്ടിയിട്ട് ഒരു സ്റ്റേജിൻ്റെ മുകളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകൾ നടത്തിയ പരിപാടികളാണ്. ആരെയും വിളിച്ചിക്കൊന്നുമില്ല, ആരും പരിശീലിച്ചിക്കൊന്നുമില്ല. ഓരോരുത്തരോട് പറഞ്ഞ് നിങ്ങൾക്ക് വന്ന് ചെയ്യാം. ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ യാത്രേൻ്റെ ഇടയിൽ ബസ് ഇറങ്ങി വന്ന ആളുകളടക്കം അവിടെ പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ 12 വിഷയങ്ങൾ, ഇതിനേക്കാൾ കൂടുതൽ പ്രസക്തമായ കാര്യങ്ങൾ വേറെ ഉണ്ടാകും. ഏറ്റവും മിനിമം ഈ 12 വിഷയങ്ങളെങ്കിലും അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ഭാവി പ്രവർത്തന പരിപ്രേക്ഷ്യമാണ് പബ്ലിക് ലൈബ്രറികളുടെ പുനഃസംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കാനുള്ളത് എന്നാണ് പറയാനുള്ളത്. സമയം ഏതാണ്ട് കഴിയാനായതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ കേവലം ഒരു പുസ്തക വിതരണ കേന്ദ്രം എന്ന നിലക്കാണല്ലോ നമ്മൾ ആരംഭിച്ചത്. പക്ഷേ അതുപോലും നമുക്ക് നന്നായി ചെയ്യാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. പുസ്തക വായന കുറഞ്ഞു വരുന്നു, പത്രവായന കുറഞ്ഞു വരുന്നു. ഇങ്ങനെയുള്ള ഒരു വിമർശനം നമ്മൾ നേരിടുന്നുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള വാസ്തവം എന്ന് നോക്കുമ്പോൾ പുസ്തക വായന കുറയുന്നുണ്ടോ? പുസ്തക വായന കുറയുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം പുസ്തകങ്ങൾ ധാരാളമായി പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. മാഷ് നേരത്തെ സൂചിപ്പിച്ച പുസ്തകങ്ങൾ ഉൾപ്പെടെ. ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. വാങ്ങുന്നില്ലേ പിന്നെ പ്രസിദ്ധീകരിക്കാൻ അവിടെ കിട്ടൂലല്ലോ. അപ്പോൾ യഥാർത്ഥമായ പ്രശ്നം എന്താ വെച്ചാൽ ലൈബ്രറികളിൽ വന്നുള്ള പുസ്തക വായന, ലൈബ്രറികളിൽ വന്നുള്ള ആനുകാലിക വായന ഇത് കുറയുന്നുണ്ട്, നന്നായി കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുറവുണ്ടായത്? 2019 ലൈബ്രറി കൗൺസിൽ ഒരു വായനാ സർവേ നടത്തിയിരുന്നു. വായനാ സർവേ നേരത്തെ നടത്തിയിരുന്നു. 2019 നമ്മൾ 5ാമത്തെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വന്നപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ചത് വായനാ സർവേ നടത്തലാണ്. എന്തിനാണ്? ഈ സർവേ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് ലൈബ്രറികളുടെ പുനഃസംഘാടനത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ട റിസൾട്ടൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ ജില്ലകളിലും ഈ സർവേ നടന്നിട്ടുണ്ട്. ഈ സർവേ റിസൾട്ട് നമ്മൾ അപഗ്രഥിച്ചപ്പോൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ കേരളത്തിൽ ഒരുപാട് ലൈബ്രറികളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മേനിയ നടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ലൈബ്രറി സർവീസ് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ ലൈബ്രറി സേവനം ലഭിക്കുന്നത് വെറും 38% വീടുകൾക്ക് മാത്രമാണ്. 1 കിലോമീറ്റർ ചുറ്റളവ്. ശരാശരി 4 കിലോമീറ്റർ ചുറ്റളവാണ് അതിൻ്റെ കണക്ക്. ഇപ്പം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനിയും ഒരുപാട് ലൈബ്രറികൾ സ്ഥാപിക്കപ്പെടേണ്ടതാണ്. ഇനി വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ
ഈ വായനശാലയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? അത് പരിശോധിച്ചപ്പോൾ ഈ സർവേയിൽ പങ്കെടുത്ത കുടുംബങ്ങളിൽ 78% കുടുംബങ്ങളും ലൈബ്രറികളിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ലൈബ്രറികളിലേക്ക് പോകാത്തത്? ആ ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ പോയിട്ട് എന്താ കാര്യം? എനിക്ക് വായിക്കാൻ വേണ്ട പുസ്തകങ്ങൾ അവിടെ കിട്ടുന്നില്ല. അവിടെ എന്തെല്ലാം പുസ്തകങ്ങളാണ് ഉള്ളത് എന്ന് അതിൻ്റെ സൂക്ഷിപ്പ് നടത്തുന്ന ലൈബ്രറിയനും നിശ്ചയമില്ല. പിന്നെ എൻ്റെ സമയം കളയണ്ടാലോ. അങ്ങനെ ലൈബ്രറികളിലേക്ക് പോകുന്നില്ല എന്ന് 75% ആളുകളും പറയുന്നുണ്ട്. ഇപ്പം ലൈബ്രറികളിൽ നമ്മൾ റഫറൻസ് സംവിധാനമുണ്ട്. ഇക്കൂടിയിരിക്കുന്ന നിങ്ങളൊക്കെ ലൈബ്രറിയിൽ റഫറൻസ് സംവിധാനമുണ്ട്. അവിടെ റഫറൻസിന് വേണ്ടി കുറേ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സർവേയിൽ പങ്കെടുത്ത 68% കുടുംബങ്ങളും ഇങ്ങനെ അവരുടെ തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ റഫറൻസ് സംവിധാനമുണ്ട് എന്ന വിവരം പോലും അറിയില്ല. ഇപ്പോൾ നമ്മളിപ്പം അങ്ങനെ റഫറൻസ് സംവിധാനം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിർബന്ധമായി നിങ്ങളോട് അങ്ങനെ ഒരു സംവിധാനം രൂപപ്പെടുത്തണമെന്ന് പറയാൻ കാരണം എന്തായിരുന്നു? നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വന്ന മാറ്റാണ് അല്ലേ? നേരത്തെ ഗുരുവിൻ്റെ മുഖത്ത് നോക്കി പഠിക്കുന്നതിന് പകരം സ്വയം പഠിക്കുക എന്നുള്ളൊരു തരത്തിലേക്ക് ഔപചാരിക വിദ്യാഭ്യാസ രീതി മാറിയത് ഇപ്പോഴാണ് അല്ലേ? നമ്മൾ റഫറൻസ് ലൈബ്രറികൾ എല്ലാ ലൈബ്രറിയിലും പുസ്തകങ്ങൾ എല്ലാ ലൈബ്രറിയിലും സൂക്ഷിക്കണം എന്ന് പറയുന്നത്. കാരണം കുട്ടികൾക്ക് കൈത്താങ്ങായി ഈ പഠന പ്രക്രിയയിൽ വേണ്ടത് പുസ്തകങ്ങളാണ്. ആ കൈത്താങ്ങിൻ്റെ കേന്ദ്രമായി ഇത് മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് റഫറൻസ് നമ്മൾ സ്ഥാപിച്ചത്. പക്ഷേ 68% കുടുംബങ്ങളും അങ്ങോട്ട് പോകുന്നില്ല. അതിന് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ വായന പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുട്ടികൾക്കിടയിൽ വായനാ മത്സരം സംഘടിപ്പിക്കുന്നത്. അത് നമ്മൾ വേറെ തരത്തിൽ ആലോചിക്കണം. അതിനൊരുപാട് വിമർശനമുണ്ട്. ഞാൻ അംഗീകരിക്കുന്ന ആളാണ്. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വായനാ മത്സരത്തിന് വേണ്ടി വായിക്കാൻ നിർദ്ദേശിച്ച പുസ്തകങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് വായനാ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ സർവേ ചെയ്തുകൊണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ ലൈബ്രറിയിൽ നിന്നല്ല പറഞ്ഞത്. അവർ പറഞ്ഞത് ലൈബ്രറിയിൽ നിന്നല്ല കിട്ടിയത്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഇതെല്ലാം ലൈബ്രറി വാങ്ങി സൂക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ നല്ലൊരു പൈസ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾ പറയാണ് ഞങ്ങൾക്കിത് കിട്ടിയത് ലൈബ്രറിയിൽ നിന്നല്ല. ഭൂരിപക്ഷം കുട്ടികൾക്കും കിട്ടിയത് സ്കൂളിൽ നിന്നാണ്. പണ്ടാണെ കിട്ടൂല. അത് വന്നൊരു മാറ്റമാണ്. പണ്ടാണെങ്കിൽ സ്കൂൾ ലൈബ്രറിയിൽ കൊന്നാ പുസ്തകം കൊടുക്കൂല. എന്താ, പുസ്തകം കൊടുത്താൽ തിരിച്ചു തരൂല. അവസാനം ഇത് കൈകാര്യം ചെയ്യുന്ന മാഷിൻ്റെ ബാധ്യതയായി അത് എഴുതി വെക്കും, അവർ കൊടുക്കൂല. പക്ഷെ ഇപ്പം മാറിപ്പോയി. അതുകൊണ്ടാണ് കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പുസ്തകം കിട്ടിയത് സ്കൂൾ ലൈബ്രറിയിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് ഭാവി പ്രവർത്തനം ആസൂത്രണം ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അതും കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അത് പുസ്തകങ്ങൾ സംബന്ധിച്ചുള്ള പഞ്ചനിയമങ്ങളാണ്. 5 നിയമങ്ങൾ, പുസ്തകങ്ങൾ സംബന്ധിച്ചുള്ള 5 നിയമങ്ങൾ. ഈ 5 നിയമങ്ങൾ ആവിഷ്കരിച്ചത് SR രംഗനാഥൻ എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ ലൈബ്രറി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം, ബുക്സ് ആർ ഫോർ യൂസ്, പുസ്തകങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് മാഷന്മാരോട് പറയേണ്ട കാര്യമാണ്, കഴിഞ്ഞു പോയത്. അതേപോലെ പഴയ ലൈബ്രറിയന്മാരോട് പറഞ്ഞ കാര്യമാണ്. ഞങ്ങളുടെ ലൈബ്രറിയിലൊക്കെയുള്ള ലൈബ്രറിന് ഒന്നാ കൊടുക്കൂല സാധനം. മൂപ്പര് നിശ്ചയിച്ചിട്ടുണ്ടാവും ഇന്ന പുസ്തകം താഴോട്ട് കൊടുക്കുക, അതിലപ്പുറത്തേക്ക് കൊടുക്കൂല. കാരണം ബേജാറ് എന്താ, ഇതിന് തിരിച്ചു വരുമെന്നാണ് ബേജാറ്. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ തത്വം, ലൈബ്രറിയുടെ പ്രാഥമികമായ തത്വം എന്ന് പറയുന്നത് പുസ്തകം ഉപയോഗിക്കാനുള്ളതാണ്, ബുക്സ്. രണ്ടാമത്തെ കാര്യം, അതിപ്പം നമുക്ക് അത്ര പ്രസക്തമല്ല. രണ്ടാമത്തെ കാര്യം, ഓരോ പുസ്തകത്തിനും അതിൻ്റെ വായനക്കാരൻ, എവരി ബുക്സ് ഇറ്റ്സ് റീഡർ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലൈബ്രറിയിൽ കണ്ടമാനം പുസ്തകമൊന്നും സമാഹരിച്ചിട്ട് ഒരു കാര്യമില്ല. അതാ ഈ അളമാരൻ്റെ ഉള്ളിൽ കിടക്കും.
അപ്പോൾ എന്ത് വേണം? നിങ്ങളുടെ പ്രാദേശിക സമൂഹത്തിൻ്റെ ഒരു വിജ്ഞാനത്തിൻ്റെ നിലവാരത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങളായിരിക്കണം ഇല്ലേ ഓരോ ലൈബ്രറിയും വാങ്ങി സൂക്ഷിക്കേണ്ടത്. അവിടെ നിങ്ങൾ വലിയ മാർക്സിൻ്റെ മൂലധനമൊക്കെ എല്ലാ വോളിയവും ആടെ വെച്ചു, EMSൻ്റെ സമ്പൂർണ്ണ ഗതികളുടെ എല്ലാ വോളിയവും ഞങ്ങളുടെ ലൈബ്രറിയിലുണ്ട് എന്ന് എന്താ പറയുക, അങ്ങനെ നമ്മൾ ധരിച്ചിട്ട് കാര്യമില്ല. ഏത് പുസ്തകവും മൂല്യം എന്താണ്, അത് എത്രത്തോളം വായിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആലോചിക്കേണ്ട മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഓരോ വായനക്കാരനും അയാളുടെ പുസ്തകമുണ്ട്. എവറി റീഡർ ഹിസ് ബുക്ക്. എനിക്ക് വേണ്ട പുസ്തകം ഏതാണ്, ഭാസ്കരേട്ടന് വേണ്ട പുസ്തകം ഏതാണ്, പ്രിയക്ക് വേണ്ട പുസ്തകം ഏതാണ്, ഇത് തിരിച്ചറിഞ്ഞ് അവർക്ക് കൊടുക്കണം. ഇപ്പം ഭാസ്കരേട്ടൻ വായിക്കേണ്ടത്, ഭാസ്കരേട്ടന് ഇഷ്ടം ചരിത്രപരമായ കാര്യങ്ങളാണ്, പ്രിയക്ക് ഇഷ്ടം ഫിക്ഷനാണ്. അപ്പോൾ പ്രിയക്ക് ചരിത്രവും ഭാസ്കരേട്ടന് ഫിക്ഷനും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ലൈബ്രറിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന് പറയുന്നത് പ്രാദേശിക ജനതയുടെ വായന അഭിരുചി നോക്കി അവർക്കാവശ്യമായ പുസ്തകം എത്തിക്കുക എന്നുള്ളതാണ്. അടുത്തതെന്താണ്? വായനക്കാരൻ്റെ സമയം ലാഭിക്കുക എന്നുള്ളതാണ്. സേവ് ദ ടൈം ഓഫ് ദ റീഡർ. ഇപ്പം നമ്മുടെ ലൈബ്രറിയിൽ ആളുകൾ വരാത്തതിന് കാരണം, പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചൊരു കാരണം എന്താ വെച്ചാൽ, ആടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരു മറുപടി ഉണ്ടാവില്ല. എല്ലാം ഉണ്ടാവുക ഇല്ല എന്നാണ്. പിന്നെ ഇതിന് അങ്ങോട്ട് പോകുന്നതെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ ചോദിച്ച പുസ്തകങ്ങളിൽ നല്ലൊരു ശതമാനം അവിടെ ഉണ്ട്. പക്ഷെ ആടെയുള്ള കാര്യം ആർക്കറിയില്ല? ലൈബ്രറിയൊന്നും അറിയില്ല, മറ്റുള്ള പ്രവർത്തകന്മാർക്കും അറിയില്ല, ഒരു കണ്ടിക്കില്ല, നോക്കിക്കില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്താണ് കാറ്റലോഗിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഒക്കെ പ്രാധാന്യം. അതാണ് നമ്മൾ എത്രയോ ആഗ്രഹിച്ചിട്ട് പോലും അതിപ്പോഴും പൂർത്തിയായിട്ടില്ല. ജനാർദ്ദനം വന്നാൽ അതിനെക്കുറിച്ച് പറയും. ഈ കാര്യത്തിൽ വലിയ യത്നം നടത്തിയ ഒരാളാണ് ജനാർദ്ദനൻ. ഈ ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റലോഗിങ്ങിൽ ഓൺലൈനിലായി ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്കൊന്നും നേരമൊന്നുമില്ല. ഓൻ്റെ വീട്ടിലിരുന്ന് ഓൻ്റെ ഫോണിൽ സെർച്ച് ചെയ്താൽ ഐക്യ കേരള പണിക്കോട്ടിയിൽ ഏതൊക്കെ പുസ്തകമാണ് ഉള്ളതെന്ന് ഒന്ന് മനസ്സിലാവണം. അത് ഐക്യ കേരള പണിക്കോട്ടി മാത്രമല്ല, കേരളത്തിലെ 10,000 ലൈബ്രറികളിലുള്ള പുസ്തകങ്ങൾ മനസ്സിലാവണം. ഇത് നടത്തിയപ്പോൾ ഒരു അനുഭവം കൂടി പറയാം. വട്ടോളി ദേശീയ വായനശാല ഈ വടകര താലൂക്കിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ഉള്ള വായനശാലയാണ്. അവർ 15,000-18,000 പുസ്തകങ്ങൾ കംപ്ലീറ്റ് അവർ എന്ത് ചെയ്തു, ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഒരു കാറ്റലോഗിങ് സംവിധാനം ഉണ്ടാക്കി. ഒരു ദിവസം അവിടെ ഇഷ്ടംപോലെ ആളുകൾ പിന്നെ വരുന്നുണ്ട്, പഴയ പുസ്തകങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഒരു ദിവസം അവിടുത്തെ സെക്രട്ടറി ചന്ദ്രന് വരുന്നൊരു ഫോൺ കോൾ കന്യാകുമാരി ജില്ലയിൽ നിന്നാണ്. കന്യാകുമാരി ജില്ലയിൽ നിന്ന് വരുന്ന ഫോൺ കോൾ എന്ന് പറയുന്നത്, ഇയാളുടെ അച്ഛൻ, ഫോൺ വിളിക്കുന്ന ആളുടെ അച്ഛൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം കേരളത്തിൽ അയാൾ അറിയപ്പെടുന്ന ലൈബ്രറികളിലൊക്കെ പോയി പരിശോധിച്ചിട്ടും ആ പുസ്തകം കിട്ടിയില്ല. അങ്ങനെയാണ് ഇയാൾ സെർച്ച് ചെയ്യുന്നത് ദേശീയ ലൈബ്രറി വട്ടോളി. നോക്കുമ്പോൾ ഇയാളുടെ അച്ഛൻ്റെ പുസ്തകം 2 കോപ്പി കിടക്കുവാണ് അവിടെ. 2 കോപ്പി. ഇയാൾ തിരുവനന്തപുരത്ത് വരുവാണ്. വന്നിട്ട് അയാൾ ആ പുസ്തകത്തിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് അയാൾ തിരിച്ചുപോയി. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം പുസ്തകം സെലക്ഷന് അതിന് സമയമൊന്നുമില്ല. സമയം ലാഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് വായനയായി ബന്ധപ്പെട്ട കാര്യമല്ല. ലൈബ്രറി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ജൈവ രൂപമാണ്, വളരുന്ന ഒരു ജൈവ രൂപമാണ്. അതാണ് 5-ാമത്തെ കാര്യം. അത് പുസ്തകത്തെക്കുറിച്ചല്ല, ലൈബ്രറിയെക്കുറിച്ചാണ്. നിങ്ങൾ ലൈബ്രറിയെക്കുറിച്ച് നിങ്ങൾ വിഭാവനം ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇതിങ്ങനെ വളർന്നു കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇത് തുടങ്ങിയെടുത്ത് നിൽക്കാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ? ഇപ്പോൾ UN-ന്റെ നയപ്രഖ്യാപനമൊക്കെ കേട്ടപ്പോൾ മനസ്സിലായല്ലോ, തുടങ്ങിയെടുത്ത് നിൽക്കാൻ പോകുന്നില്ല. അപ്പം ലൈബ്രറി എന്ന് പറയുന്നത് വളരുന്ന ഒരു ജൈവിക രൂപമാണ് എന്നുള്ള ധാരണയോടുകൂടി നമുക്ക് ലൈബ്രറി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാം. ഞാനെൻ്റെ ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പുതിയ സംവിധാനത്തെക്കുറിച്ച്, പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനാവശ്യമായ ചില ധാരണകൾ, ഇതിനോട് യോജിപ്പുണ്ടാകും, വിയോജിപ്പുണ്ടാകും,
SR രംഗനാഥനോട് കടുത്ത വിയോജിപ്പുള്ള ആളാണ് ഞാൻ. അയാൾ പുസ്തകത്തിൻ്റെ നിയമമൊക്കെ കറക്റ്റാണ്. അയാളെ ലൈബ്രറി സയൻസിൻ്റെ വലിയ സംഭാവനയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ജനകീയ തലത്തെ, ലൈബ്രറിയുടെ ജനകീയ തലത്തെ അയാൾ അംഗീകരിക്കുന്നില്ല. ലൈബ്രറി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ സംവിധാനമാണ്, സർക്കാർ സംവിധാനമാണ്. ആ നിലക്ക് നടത്തണം. അങ്ങനെയുള്ള യോജിപ്പുകളൊക്കെ ഉണ്ടാവും. നല്ലതും പതിരും തിരിച്ചറിഞ്ഞ് നല്ലത് സ്വാംശീകരിച്ചുകൊണ്ട് നമുക്കൊരു പ്രവർത്തന പരിപ്രേക്ഷ്യത്തിന് രൂപം നൽകാനുള്ള പ്രവർത്തനങ്ങൾ ബാലൻ മാഷുടെ സ്മരണയെ മുൻനിർത്തിക്കൊണ്ട് നടത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് നൽകുന്ന ഏറ്റവും ഉചിതമായ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് അതായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ അവതരണം അവസാനിപ്പിക്കുന്നു. ഞാൻ ബാലൻ മാഷെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു മെഞ്ഞാന്ന്. ആ കുറിപ്പ് ഞാൻ അവസാനിപ്പിക്കുന്നത് 95 ഞാൻ ഗ്രന്ഥശാല പ്രവർത്തന രംഗത്ത് ബാലൻ മാഷോടൊപ്പം പ്രവർത്തിക്കുന്നത്. അതുവരെ എനിക്ക് ഗ്രന്ഥശാല മണിയൂർ ലൈബ്രറി ഉണ്ട്, അവിടെ പോയി പുസ്തകം വായിക്കും, പുസ്തകം എടുക്കും. അതിൻ്റെ അപ്പുറത്ത് അതിലൊന്നും പ്രവർത്തിക്കാത്തൊരാൾ 95 ആകുമ്പോഴേക്ക് ഇതിൻ്റെ ഒരു നേതൃരംഗത്തേക്ക് വരുവാണ്. ഇപ്പം ഞാനന്നാണെങ്കിൽ തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാണ്. രണ്ടും കൂടി കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് എന്നെ നിർബന്ധിച്ചിട്ട് മാഷ് ധരിപ്പിക്കുന്നത്. വടകര താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയായി നീ ചുമതല ഏറ്റെടുക്കണം എന്ന് നിർബന്ധമായി എന്നെ മാഷ് പിടിച്ചു വരികയുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സംവിധാനത്തിൻ്റെ ABCD പോലും എനിക്കറിയില്ല. ഞാൻ മാഷോട് പറഞ്ഞു, മാഷ എനിക്ക് ഇതിനെ പറ്റില്ല, നിങ്ങൾ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ ആളാണ്. ഇത്തരം ഒരു പ്രവർത്തന നേതൃത്വം കൊടുക്കാൻ ആവശ്യമായ ഒരു വിവരവും ധാരണയും എൻ്റെ കയ്യിലില്ല. ഇതിനോട് അതെല്ലാം ഞാൻ പഠിപ്പിച്ച് അങ്ങനെ ഇതിൻ്റെ A to Z മുഴുവൻ പഠിപ്പിച്ചത് ബാലൻ മാഷാണ്. സിദ്ധാന്തത്തിലൂടെ മാത്രമല്ല, പ്രയോഗത്തിലൂടെയും പഠിപ്പിച്ചത് മാഷാണ്. അപ്പോൾ ഞാൻ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഈ ധാരണകൾ മുഴുവൻ സൃഷ്ടിച്ച ഒരു മഹാമനുഷ്യൻ, എനിക്ക് ഇങ്ങനെ ഒരു ലൈബ്രറി പ്രവർത്തകനാക്കി എന്നെ മാറ്റിയ ഒരു മഹാമനുഷ്യന് കൊടുക്കുന്ന ഗുരുദക്ഷിണയായിരിക്കും ഇന്നത്തെ എൻ്റെ ഉദ്ഘാടന പ്രസംഗം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.